ഹായ്. അപ്പോൾ ഒരിക്കൽ കൂടി ജാഡ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ അന്ന് അങ്ങനെ 2 വീഡിയോ ഇട്ടിട്ട് പിന്നെ എന്താ പറയുക അങ്ങ് പോയതാ. പിന്നെ വീഡിയോ ഇല്ല, ഒന്നുമില്ല. പിന്നെന്താ എന്ത് വീഡിയോ ഇടണം എന്നിങ്ങനെ ആലോചിക്കുന്ന സമയം ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇട്ടില്ല ഗൈസ്, എന്തോ ഇട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ യൂട്യൂബ് സ്ക്രോൾ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു വീഡിയോ ആണ് വെയിറ്റ് ലോസ്. വെയിറ്റ് ഗെയിനേക്കാളും കൂടുതൽ വെയിറ്റ് ലോസിൻ്റെ വീഡിയോസാണ്. അവരവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു, ബെസ്റ്റ് ഒരു സംഭവം അത് തന്നെയാണെന്ന് എനിക്കും തോന്നുന്നു. എനിക്ക് ഇത്ര നാളുണ്ടായിരുന്ന വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിനും എല്ലാത്തിനെ പറ്റിയിട്ട് പറയാനായിട്ട് ഫസ്റ്റ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് എത്രാം തീയതി 3 ഒക്ടോബറാണ്. ഇന്ന് എൻ്റെ വെയിറ്റ് ഞാൻ രാവിലെ നോക്കിയപ്പോൾ 82 കിലോ ആണ്. എനിക്ക് 82 kg. എനിക്ക് രണ്ട് ഡെലിവറി കഴിഞ്ഞപ്പോലും ഇത്ര വെയിറ്റ് ഞാൻ എത്തിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ഒരു കൊല്ലം കൊണ്ട് 1.5 കൊല്ലം കൊണ്ടാണ് എൻ്റെ വെയിറ്റിൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോയത്. മുകളിലോട്ട് പോയത്, താഴോട്ട് പോയിട്ടില്ല. എന്താ പറയുക, വെയിറ്റ് പെട്ടെന്നാണ് കയറിയത്. എന്ത് ചെയ്താൽ നമ്മൾ പിടിച്ച് താഴ്ത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ല. 85 ഉണ്ടായിരുന്നു. 85-ന് 82-ലോട്ട് എങ്ങനെയൊക്കെയോ എത്തിയതാണ്. അല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്താ പറയുക എന്നുവെച്ചാൽ പണ്ടത്തെ രീതിനേക്കാൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു രീതി ഞാൻ ചെറുതായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിരിക്കും ഈ 3 kg കുറഞ്ഞു ഞാൻ വിചാരിക്കുന്നു. നാട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും 85 ആയിരുന്നു. 85-ന്ന് 82 ആയിട്ടുണ്ട്. എനിക്ക് കുറയണമല്ലോ, കുറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ വെയിറ്റ് ഗെയിൻ ആയിട്ടുള്ള റീസൺസാണ് ഞാൻ പറയുന്നത്. എനിക്ക് വെയിറ്റ് ഗെയിൻ വന്നിട്ടുള്ള റീസൺസ്, എനിക്ക് ഒരു 15 കൊല്ലമായിട്ട് തൈറോയ്ഡ് ഉണ്ട്. അതായത് ഞാൻ എൻ്റെ ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ മുതൽ ചെക്ക് ചെയ്തപ്പോൾ മുതലാണ് എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂ കണ്ടുപിടിച്ചത്. അപ്പോൾ 2011 മുതലെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-15 കൊല്ലത്തിനടുത്തായിട്ട് എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട്. തൈറോയിഡ് കൂടും കുറയും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നാമത്തെ റീസൺ. അത് കഴിഞ്ഞ് 2021 ആയപ്പോഴേക്കും എനിക്ക് PCOD കൂടി കണ്ടുപിടിച്ചു. അപ്പോൾ പൊളിച്ചില്ലേ, PCOD തൈറോയിഡും. അപ്പോൾ 2 ഇഷ്യൂ ആയിട്ടുണ്ട് ഏകദേശം വണ്ണം വെക്കാനുള്ള കാരണങ്ങൾ. അത് 2021 ആയപ്പോഴേക്കും ഞാൻ രണ്ടാമത് ഗർഭിണിയായി. പ്രഗ്നൻ്റ് ആയതിനു ശേഷം PCOD കംപ്ലീറ്റ്ലി ഉണ്ടായിരുന്നില്ല. PCOD ഒക്കെ പോയായിരുന്നു. ഡെലിവറി എല്ലാം കഴിഞ്ഞു ഒരു 1 ഇയറിൽ വെയിറ്റ് ഗെയിൻ വന്നതൊക്കെ വെയിറ്റ് ഞാൻ കുറച്ചു. 65, 63 അത്രയും വരെയൊക്കെ എത്തിച്ചായിരുന്നു. ഒരു 2023 ആയപ്പോഴേക്കും ആ രീതിയിൽ ഞാൻ എത്തിച്ച വെയിറ്റാണ് ഈ 2023 അവസാനം കഴിഞ്ഞു. 2024 തുടങ്ങി 2025 തീരാൻ പോകുന്നു. ഇവിടം വരെ ഞാൻ എത്തിച്ച വെയിറ്റാണ് 82 കിലോ എത്തിച്ച വെയിറ്റ്. പക്ഷേ അതിനൊക്കെ ഭയങ്കര എഫേർട്ട് തന്നെ വേണം ആ വെയിറ്റ് എത്തിക്കാനായിട്ട്, അല്ലാണ്ട് ഇപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ തൈറോയിഡിൻ്റെ ഇഷ്യൂ, PCOD ഇഷ്യൂ, പിന്നെ നമ്മൾ ഞം തിന്നുന്നുണ്ടല്ലോ, അത് വേറെ ഇഷ്യൂ. ഞം തിന്നുന്നതിന് ടൈം നോക്കത്തില്ല. 10 മണിയായോ വിശക്കുന്നോ, ഒരു കുഴപ്പമില്ല, കഴിക്കും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സാധനങ്ങളും പിന്നെ മൈൻഡിൽ വേറെ അതുള്ളൊരു ലൈഫല്ലേ ഉള്ളൂ. ഇപ്പം തിന്നാൻ പറ്റിയില്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് വയസ്സായിട്ട് എത്തുമ്പോൾ തിന്നാൻ എന്നുള്ളൊരു ചിന്തയും കൂടി കയറിയപ്പോൾ അപ്പോൾ പൂർത്തിയായി. അതൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഈ വെയിറ്റൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് കിട്ടിയ കുറച്ച് സൈഡ് എഫക്റ്റ് ഉള്ള കാര്യങ്ങൾ, വെയിറ്റ് കൂടിയപ്പോൾ മുതൽ ഫസ്റ്റ് സൈഡ് എഫക്റ്റ്, ഒരു ഡ്രസ്സും പാകാവുന്നില്ല. അതായത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നല്ല അടിപൊളി ഒരു വെസ്റ്റേൺ വെയറിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ് സ്റ്റുഡിയോ. അവിടെ പോയിട്ടൊരു ഡ്രസ്സ് പാകാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സങ്കടം എനിക്ക്. ഇപ്പം പറയും വേറെ ഷോപ്പുകളുണ്ടല്ലോ എന്ന്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ഷോപ്പ് എന്നും കൂടി പറയണമല്ലോ. പിന്നെന്താ അങ്ങനെ അത് ഡ്രസ്സൊന്നും പാകാവുന്നില്ല, XXL ഒന്നും സെറ്റാവുന്നില്ല. എല്ലാ ഡ്രസ്സും അല്ല, കുറച്ച് ഡ്രസ്സുകളൊന്നും, കുർത്തീസൊന്നും എനിക്ക് ഒട്ടും സെറ്റാവുന്നില്ല. പിന്നെന്താ ജീൻസ് ഓക്കെ അത്രേ ഉള്ളൂ. എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലോട്ടൊന്നും സ്റ്റുഡിയോയുടെ ജീൻസ് എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. പലർക്കും പല സങ്കടമായിരിക്കും, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഡ്രസ്സുകളൊന്നും പാകാവുന്നില്ല, ഇരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഷെൽഫിലിരിക്കുന്നു. പുതിയ ഡ്രസ്സ് ഇപ്പോൾ ഞാനൊരു കഴിഞ്ഞ ജൂൺ മുതൽ പുതിയൊരു ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടില്ല.
ഞാനതിങ്ങനെ എൻ്റെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ്, ഞാനൊരു 10 കിലോ കുറയ്ക്കാണ്ട് ഞാൻ ഡ്രസ്സ് വാങ്ങിക്കുന്നില്ല എന്ന്. ഞാൻ വാങ്ങിക്കുന്നുമില്ല, ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉള്ള രീതിയിൽ പോയാൽ മതി, ഇനി ഡ്രസ്സ് വാങ്ങിക്കുന്നില്ല. ഞാൻ ഇനി ഡിസംബറിൽ എൻ്റെ അനിയൻ്റെ പട്ടമുണ്ട്, അപ്പം വാങ്ങിക്കുന്നുള്ളൂ ഡ്രസ്സ് എന്ന് ഞാൻ വിചാരിച്ചു. അത് എനിക്ക് ഇതുവരെ ഇത്ര മാസമായിട്ട് എനിക്കത് ഓക്കെ ആക്കാൻ പറ്റിയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, അതിൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. വെയിറ്റ് കുറച്ചാൽ മതി ഇനി. പിന്നെ രണ്ടാമത്തെ സൈഡ് എഫക്റ്റ് എനിക്ക് വന്നത് എൻ്റെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ കറുപ്പ് വരാൻ തുടങ്ങി. കറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർ ആംസിൽ, പിന്നെന്തുവാ ഇവിടെ കഴുത്തിൽ, ഇവിടെയൊക്കെ കറുപ്പ്. അതെന്ത് ചെയ്താ ചെളിയാന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു, പക്ഷേ കുളിക്കാഞ്ഞിട്ടൊക്കെയായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, തേച്ച് വരച്ച് സ്ക്രബ് ചെയ്തു, എന്നിട്ടും കറുപ്പ് പോകുന്നില്ല. അത് വെയിറ്റ് കൂടുന്നതിൻ്റെ ആണ് ആ കറുപ്പ് വരാൻ തുടങ്ങിയത്. മൂന്നാമത്തെ കാരണം, ഇന്ന് താഴെ ഇരുന്നിട്ട് എണീക്കാൻ പറ്റണില്ല. അതാണ് ഏറ്റവും വലിയ റീസൺ. താഴെ ഒന്ന് ഇരുന്നിട്ട് എനിക്ക് എണീക്കാൻ പറ്റണില്ല. പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ താഴെ ഇരിക്കണമല്ലോ, ഇരുന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കാനായിട്ട് ഭയങ്കര പാടാണ്. പിന്നെന്താ, പള്ളിയിൽ ചെല്ലുമ്പോൾ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഗൈസ്, സങ്കടമാണ്. മുട്ടുകുത്തിയിട്ട് എഴുന്നേൽക്കുമ്പോഴേക്കും 60-ആം വയസ്സിൽ ഞാൻ എങ്ങനെയായിരിക്കും, അതിനേക്കാൾ അപ്പുറമാണ് ഞാൻ ഇപ്പം തന്നെ സ്ട്രഗിൾ ചെയ്യുന്നത്. പിന്നെന്താ, ഒരു 5 മിനിറ്റ് നടക്കുമ്പോഴേക്കും പട്ടി കിതയ്ക്കുന്ന പോലെ അതിൽ കൂടുതൽ ഞാൻ കിതയ്ക്കുന്നുണ്ടാവും ചിലപ്പോൾ. അത് പിന്നെന്താ, സ്റ്റെപ്പൊക്കെ കയറുമ്പോഴേക്കും ഞാൻ ടയേർഡായി, ഞാൻ ക്ഷീണിച്ചു. അതായത് ഞാനൊരു 50 കിലോമീറ്റർ ഓടി വന്നതിൻ്റെ എഫക്റ്റാണ് ഞാനൊരു സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴേക്കും എനിക്ക് കിട്ടുന്നത്. ഇതൊക്കെയാണ് ഇത്. പിന്നെ എന്തൊക്കെ സൈഡ് എഫക്റ്റ്, വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, അതും ഒരു സൈഡ് എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്താ പറയുക, സമയം തെറ്റിച്ച് ഫുഡ് കഴിച്ച് നമ്മുടെ വയറിനും എന്തൊക്കെ പറയുക, അത് ഓക്കെ ആവുന്നില്ല. ഫുഡുകളോടും എന്താ പറയുക, ഡൈജഷൻ്റെ പ്രശ്നങ്ങൾ, പിന്നെന്താ, അങ്ങനെ കുറേ കാര്യങ്ങൾ. എനിക്ക് ഒരു ഹെൽത്തി ഫുഡ് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ റീസൺസാണ് ഇതൊക്കെ. പിന്നെ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ്. ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല, വെയിറ്റ് കൂടി, നമ്മുടെ അതായത് ഈസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എൻ്റെ ഈ ഏജിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ നിന്നിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കാലുവേദന, പിന്നെ കാലിൻ്റെ ഉപ്പൂറ്റി വേദന. ഇതൊക്കെ മീൻസ് ഞാനിപ്പോൾ തമാശയായിട്ട് പറയുന്നെങ്കിലും അതൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. ഇതുപോലെ എത്ര പേര് ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. കാരണം ഞാൻ ഈ സ്റ്റേജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എത്ര പേര് ഇതിനേക്കാളും, എൻ്റെ മമ്മിക്കും അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, മമ്മിക്കും 85 എന്തോ വെയിറ്റ് ഉണ്ട്. മമ്മിയുടെയും എന്താ പറയുക, അത്യാവശ്യം മമ്മിയുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ സെയിം തന്നെയാണ് ഞാനും മമ്മിയുടെയൊക്കെ. മമ്മിക്ക് കുറച്ചും കൂടി കൂടുതലെങ്കിലേ ഉള്ളൂ, മമ്മിയുടെ ഏജ് വെച്ചിട്ട് നമ്മുടെ കുറച്ച് കൂടുതലായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നത്. പിന്നെ തൈറോയിഡിൻ്റെ മരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം PCODക്ക് മരുന്നില്ല. PCODയുടെ മരുന്നെന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റും എക്സസൈസും മാത്രമാണ് PCODക്കുള്ള മരുന്നെന്ന് പറയാനായിട്ട്. PCOD എന്നുള്ളൊരു മരുന്ന് നമ്മൾ ഒരു ഡോക്ടറും എഴുതിത്തരത്തില്ല. ഹോർമോണിൻ്റെ എന്തെങ്കിലും ചെറിയൊരു ഡിഫറൻസിന് മാത്രമേ അവർ മരുന്ന് എഴുതിത്തരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഒക്ടോബർ മാസം തുടങ്ങി ഓൾറെഡി. അപ്പം ഞാൻ 2 ദിവസമായിട്ട് ചെറുതായിട്ടൊരു ചെറിയ ഡയറ്റിലാണ്. അതായത് നൈറ്റ് ഫുഡ് ഒഴിവാക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്, നേരത്തെ ആക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞാനത് ലേറ്റായി കഴിക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനതങ്ങ് സ്കിപ്പ് ചെയ്യുവാണ്. പക്ഷെ നേരത്തെ ആക്കേണ്ട സാഹചര്യത്തിൽ നേരത്തെ ആക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു വരുന്നു. റിസൾട്ട് എന്താവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കാം. അങ്ങനെ റിസൾട്ട് സെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി നല്ലൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത്, ഞാൻ എങ്ങനെയൊക്കെയാണ് അത് ഫോളോ ചെയ്തതെന്നുള്ളത്. ആർക്കെങ്കിലും 1-2 പേർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിച്ചികളിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, മനസ്സിന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല, പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഏറ്റവും അതേപോലെ തന്നെ ചിലവർക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും, ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് എഫക്റ്റ് ആവുന്നില്ല. ചിലവർക്ക് ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ, ചെയ്യാൻ പറ്റുന്നില്ല. പല റീസൺസ് ഉണ്ടാവും. എനിക്ക് ചോദിക്കാം, ഞാനും ആ സ്റ്റേജാണല്ലോ, അതുകൊണ്ട് എനിക്ക് ചോദിക്കാം. അപ്പോൾ എനിക്കും ചെറിയ മടിയൊന്നല്ല, അത്യാവശ്യം മടിയുണ്ട്. നടക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും സെറ്റാവുന്നില്ല. ഇവിടെ നടക്കാൻ പോകുന്ന സുംബ ചെയ്യാം, വീട്ടിൽ തന്നെ നടക്കാം, പക്ഷെ അതിന് പോലും ഞാനൊരു ടൈം കണ്ടെത്തുന്നില്ല. അതാണ് ഏറ്റവും വലിയ കറക്റ്റായിട്ടുള്ള പോയിന്റ്. ഞാൻ ഭയങ്കരമായി ഉറക്കം, ഒരു രക്ഷയില്ല. രാത്രി
എനിക്ക് അത്ര പ്രോപ്പറായിട്ടൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം അത് വെയിറ്റിൻ്റെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കമന്ന് കിടക്കാനോ അല്ലെങ്കിൽ സൈഡിൽ തിരിഞ്ഞ് കിടക്കുമ്പോഴേക്കൊക്കെ ബാക്ക് പെയിൻ. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു പ്രാവശ്യം എണീറ്റ് കഴിഞ്ഞ് പിന്നെ കിടക്കുമ്പോൾ ഉറക്കം വരത്തില്ല. പിന്നെ നമ്മളൊന്ന് ഉറങ്ങി വരുന്ന രാവിലെ ആയിരിക്കും. പിന്നെ രാവിലെ എണീറ്റ് വേറെ എന്തെങ്കിലും ചെയ്തിട്ട് വരുമ്പോൾ പിന്നെയും ആ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ആരെങ്കിലും ഉറങ്ങുന്നവരുണ്ടോ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഉറക്കം വരും. രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങുന്നവർ വളരെ കുറവായിരിക്കും. പക്ഷെ എനിക്ക് ഉറക്കം വരും. ആ ഒരു സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഉറക്കം എന്താ പറയുക, എനിക്ക് ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഉറങ്ങിയിട്ടും ഞാൻ ഓക്കെ ആവുന്നില്ല ഉറക്കത്തിനോട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേബി തൈറോയിഡിൻ്റെയും PCODയുടെയും പ്രശ്നമൊക്കെ ആയിരിക്കാം, ഹോർമോണിൻ്റെ ഇതൊക്കെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഉറക്കം സെറ്റാവുന്നില്ല. ഉറക്കം എനിക്ക് എന്തോ സെറ്റാക്കാൻ പറ്റുന്നില്ല. അതൊക്കെ പക്ഷേ ഇതൊക്കെ സെറ്റാക്കി വരണം. പിന്നെ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ. വെള്ളം കുടിക്കുന്നത് ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വന്നിട്ട് ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും ഒരു മാസം എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 80 kg ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് പറയാമല്ലോ, 5 കിലോ കുറഞ്ഞു എന്ന് എനിക്ക് ഡയറക്റ്റായിട്ട് പറയാം. അല്ലാതെ കുറഞ്ഞെന്ന് പറയണേക്കാളും നല്ലത് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് എനിക്ക് വന്ന് ഡയറക്റ്റായിട്ട് പറയുന്നതാണല്ലോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ലോങ് വീഡിയോ ഇടാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, സത്യം പറഞ്ഞിട്ട് അറിഞ്ഞുകൂടാ. ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഹെൽത്തി ലൈഫിലോട്ട് പോകണം നല്ല ആഗ്രഹമുണ്ട്. നടന്നാൽ മതി എൻ്റെ ഈശോയെ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും പറഞ്ഞ പോലെയൊക്കെ തന്നെ എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഓക്കെ.